ചെമ്പനീർപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവുവിന്റെ പഠനം എല്ലാം പൂർത്തിയാക്കി ഒരു ഹോസ്പിറ്റലിൽ ദേവുവിന് ജോലി കിട്ടുകയാണ്. അങ്ങനെ ദേവു രേവതിയെ വിളിച്ചിട്ട് കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരാൻ പറയുന്നു. അങ്ങനെ ദേവു പറഞ്ഞ പോലെ തന്നെ രേവതി കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് ദേവുവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ എന്തിനാണ് നിനക്ക് ഇത്രയൊക്കെ പൂക്കൾ എന്ന് രേവതി ചോദിക്കുകയാണ്. ചേച്ചി ഇനി എന്നും പൂക്കളായിട്ട് ഇങ്ങോട്ട് വരണം, അതുവഴി ചേച്ചിക്ക് നല്ല കച്ചവടം കിട്ടുമെന്ന് ദേവു പറയുകയാണ്. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ രേവതിയും ദേവും ദൂരെ നിന്ന് ശ്രുതി വരുന്നതൊക്കെ കാണുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അവർ അവിടെ ഉള്ളതും അവർ തന്നെ കണ്ടു എന്നൊന്നും മനസ്സിലാക്കാതെ ഡോക്ടറെ കണ്ട് മടങ്ങുകയാണ്. ശ്രുതി എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വന്നതെന്ന് രേവതി സംശയം പ്രകടിപ്പിച്ചപ്പോൾ ചേച്ചി ഇവിടെ നിൽക്കുന്ന ഞാൻ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ദേവു റിസപ്ഷനിലേക്ക് പോവുകയാണ്. ആ ഡോക്ടറുടെ റൂമിലേക്ക് പോയത് എൻ്റെ റിലേറ്റീവാണ്, അവർ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ദേവു സംശയം പ്രകടിപ്പിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല, അവർ രണ്ടാമതും പ്രഗ്നന്റ് ആവാത്തത് കൊണ്ട് ഒരു ചെക്കപ്പിന് വന്നതാണെന്നും റിസപ്ഷനിൽ നിന്ന് വിവരം കിട്ടുകയാണ്. ഇത് കേട്ട് ദേവു ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ രേവതിയെ ഈ വിവരം അറിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ രേവതിയും ആകെ ഞെട്ടിത്തെരിച്ചു പോയി. രണ്ടാമത് പ്രഗ്നന്റ് ആവാനോ? ശ്രുതി ഇതിനു മുന്നേ പ്രഗ്നന്റ് ആയിരുന്നോ? അവൾക്ക് ഇതിനു മുന്നേ കുഞ്ഞൊന്നും ജനിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് രേവതിയും ദേവുവും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. രേവതി അതേ ടെൻഷനിലൂടെയാണ് പിന്നീട് വീട്ടിലെത്തുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് ശ്രുതിയും ഡോക്ടറെ കണ്ട് തിരിച്ചെത്തുന്നുണ്ട്. ശേഷം ചായയുമായിട്ട് രേവതി ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ശ്രുതിയെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രേവതി. നീ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് രേവതി. ശ്രുതി, നീയാണ് ഇവിടുത്തെ മൂത്ത മരുമകൾ, അതുകൊണ്ട് നിനക്കാണ് ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത് എന്നൊക്കെ ചന്ദ്ര പറഞ്ഞത് വളരെ ടെൻഷനോടെ ആലോചിച്ചിരിക്കുകയാണ് രേവതി. രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ ഓരോ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്ന ജോലികളിലൊന്നും തീരെ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രേവതിയുടെ കയ്യിൽ നിന്ന് പാത്രങ്ങളൊക്കെ വഴുതി വീഴുമ്പോൾ ആ ശബ്ദം കേട്ട് വർഷ അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് വല്ലാതെ ഇരിക്കുന്ന രേവതിയുടെ മുഖം കണ്ട് എന്താണ് വിഷമത്തിൻ്റെ കാരണം എന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും രേവതി ഒന്നും പറയുന്നില്ല. വർഷ വീണ്ടും എന്താണ് പറ്റിയതെന്ന് രേവതിയോട് വീണ്ടും ചോദിക്കുകയാണ്. ആ സമയത്ത് രേവതി ശ്രുതിയുടെ രണ്ടാം പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ വർഷയോട് തുറന്നു പറയുകയാണ്. ആ സമയത്ത് വർഷ, ശ്രുതിക്ക് രണ്ടാം പ്രഗ്നൻസിയോ? ഇതിലെന്തോ ചതിയുണ്ട് ദേവേടുത്തി, ഇതെന്തായാലും നമുക്ക് ചോദിക്കണം എന്നും പറഞ്ഞ് വർഷ പോകാനൊരുങ്ങുമ്പോൾ രേവതി തടയുന്നുണ്ട് വർഷയെ. വേണ്ട വർഷ, ഇപ്പോൾ ഈ കാര്യം നീ ആരോടും പറയരുത്. കള്ള ഒരുപാട് കാലമൊന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല, ഒരു കാലത്ത് അത് പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് രേവതി വർഷയെ തടയുന്നുണ്ട്. പക്ഷെ വർഷയുടെ ഉള്ളിൽ ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ റൂമിൽ ചെന്ന് ശ്രീയോട് എല്ലാ കാര്യവും വർഷ തുറന്നു പറയുന്നുണ്ട്. വർഷയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീയും ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. ആ സമയത്ത് വർഷ ഒരു സംശയം ശ്രീയോട് ചോദിക്കുകയാണ്. ശ്രുതിയുടെ ആദ്യത്തെ പ്രഗ്നൻസി വിവാഹത്തിന് മുന്നെയാണോ അതോ വിവാഹത്തിന് ശേഷമാണോ എന്ന്. ശ്രുതിക്ക് വിവാഹത്തിന് മുൻപ് വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ? അങ്ങനെ വല്ല ചതിയും ശ്രുതിക്ക് പറ്റിയോ എന്നൊക്കെ സംശയം വർഷ ഉന്നയിക്കുമ്പോൾ വെറുതെ മണ്ടത്തരം പറയാതെ വർഷ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ്, നിനക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ശ്രുതിയേടത്തിയോട് ഞാൻ ചോദിക്കാൻ പോവുകയാണെന്ന്. ആ സമയത്ത് വർഷ ശ്രീകാന്തിനെ തടയുന്നുണ്ട്. ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. ഇക്കാര്യം ശ്രുതിയോട് പറയുന്നതിന് പകരം വർഷയും ശ്രീകാന്തും സച്ചിയോട് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, ആ മദാമ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു, പക്ഷേ ഇതുപോലൊരു കാര്യം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മദാമയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞെങ്കിൽ ഇതിലെന്തോ ഒരു സത്യമുണ്ടെന്ന് സച്ചി പറയുമ്പോൾ എന്തെങ്കിലും ആകട്ടെ ഏട്ട ഈ കാര്യം ആരോടും പറയണ്ട എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത്. പക്ഷെ സച്ചിയാണെങ്കിലോ ഇതൊന്നും കേൾക്കാതെ രവീന്ദ്രനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് രവീന്ദ്രൻ പറയുകയാണ്, മോനെ എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണോ ശ്രുതി ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നെല്ലാം ചോദിക്കുന്ന രവീന്ദ്രനോട് സച്ചി പറയുകയാണ്, അച്ഛൻ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അവളൊരു ഫ്രോഡാണെന്ന്. അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ മെക്കെട്ട് കയറി. ഇതെല്ലാം അമ്മയ്ക്കും അറിയാമായിരിക്കും, അമ്മയെ അറിയാതെ ഒന്നും സംഭവിക്കില്ല. എന്തായാലും അച്ഛൻ ഇതിനെല്ലാം ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് സച്ചി. ശേഷം രവീന്ദ്രൻ റൂമിൽ ചെന്ന് ചന്ദ്രയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്ര പറയുകയാണ്, നമ്മുടെ ശ്രുതിയെക്കുറിച്ച് തന്നെയാണോ രവിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുന്നതേ ഉള്ളൂ, അപ്പോഴാണോ അവൾക്കൊരു കുട്ടി ജനിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ്, ചന്ദ്രേ ഇക്കാര്യം ഒക്കെ നിനക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണോ? എല്ലാവരും ഇക്കാര്യം അറിഞ്ഞാൽ നമുക്ക് നാട്ടിൽ തലയുയർത്തി നടക്കാൻ കഴിയുമോ എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. ഇല്ല രവിയേട്ട, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അവൾ ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല.
ഇതൊന്നും സത്യമായിരിക്കില്ല, ഇതെല്ലാം ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയുടെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ, വേണ്ട ചന്ദ്ര, ഇപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രുതിയോട് പറയണ്ട എന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ. ഇല്ല രവിയേട്ടാ, ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് സത്യം അറിയണം. ഇത് സത്യമാണെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ശേഷം ചന്ദ്ര ശ്രുതിയുടെ റൂമിൻ്റെ അടുത്ത് പോയി ഉറക്കെ വാതിലിന് മുട്ടുന്നുണ്ട്. മര്യാദയ്ക്ക് വാതിൽ തുറക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര വാതിൽ മുട്ടുന്നുണ്ട്. എന്താണ് അമ്മേ എന്ന് പറഞ്ഞ് ശ്രുതി വാതിൽ തുറക്കുന്നു. നിന്റെ പേര് ശ്രുതിയാണോ? നീ ശ്രുതിയെയാണ് വിളിച്ചത് എന്ന് ചന്ദ്ര പറയുമ്പോൾ, ഞാൻ ഇവിടെയുണ്ട് ആൻറ്റി എന്ന് അകത്തു നിന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ശ്രുതി. എടി ശ്രുതി, നീ അകത്തൊളിച്ചിരിക്കാതെ പുറത്തേക്ക് വരുന്നോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോൾ, ചന്ദ്രയുടെ ബഹളം കേട്ട് എല്ലാവരും റൂമിനടുത്തേക്ക് വരുന്നുണ്ട്. എന്തായിരിക്കും കാര്യം എന്ന് കരുതി ശ്രുതി പുറത്തേക്ക് വന്നപ്പോൾ ചന്ദ്ര ആകെ കരിതുള്ളി നിൽക്കുന്നതാണ് ശ്രുതി കാണുന്നത്. ആൻറ്റി ആകെ ദേഷ്യത്തിലാണല്ലോ, എന്താണ് കാര്യം എന്നൊക്കെ ശ്രുതി ചോദിച്ചപ്പോൾ ചന്ദ്ര ആ സമയത്ത് പറയുകയാണ്, ശ്രുതി നീ ആരാണ്, എന്താണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ സമയത്ത് ശ്രുതി പറയുകയാണ്, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി, അമ്മ വല്ല സ്വപ്നവും കണ്ടോ, ഇത് നമ്മുടെ ശ്രുതിയാണ് അമ്മയെ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ, എൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പിടിച്ചു മാറ്റുന്നുണ്ട് ചന്ദ്ര. രവീന്ദ്രനാണെങ്കിലും ചന്ദ്ര നീ ഒന്ന് അടങ്ങി നിൽക്കുക എന്ന് പറയുമ്പോഴും ചന്ദ്ര അടങ്ങി നിൽക്കാൻ തയ്യാറാവുന്നില്ല. എങ്ങനെ ഞാൻ അടങ്ങിയിരിക്കും രവിയേട്ടാ, അങ്ങനെ ഒരു കാര്യമാണോ നമ്മുടെ കുടുംബത്തിൽ നടന്നത്? ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് തല ചുറ്റുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. തുടർന്ന് എന്താണ് പറ്റിയത് ആൻറ്റി എന്ന് ചോദിച്ച് ശ്രുതി ചന്ദ്രയുടെ അടുത്തേക്ക് വരുമ്പോൾ, നീ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ തള്ളി മാറ്റുന്നുണ്ട് ചന്ദ്ര. നീ ഇത്തരത്തിലുള്ളൊരു പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, നീ എല്ലാവരെയും ചതിക്കുകയായിരുന്നില്ലടി എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ, ആ സമയത്ത് ആൻറ്റിക്ക് തൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായോ എന്ന് വിചാരിച്ച് പേടിയോടെ നിൽക്കുകയാണ് ശ്രുതി. തുടർന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ആൻറ്റിക്ക് എന്താണ് പറ്റിയതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, നീ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോൾ, നീ എന്തായാലും ഇതിനുള്ള ഉത്തരം എനിക്ക് നൽകണം, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എനിക്ക് ലഭിക്കണം എന്നൊക്കെ ചന്ദ്ര പറയുകയാണ്. ആ സമയത്ത് ചന്ദ്ര എല്ലാം വെട്ടിത്തുറന്ന് തന്നെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ മുൻപ് ഗർഭിണിയായിരുന്നോ? ആ സമയത്ത് ശ്രുതി മുന്നോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി, ശ്രുതി ഇതിന് മുന്നേ ഗർഭിണിയായിരുന്നില്ല എന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ലേ, പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്ന് ശ്രുതി പറയുന്നുണ്ട്. നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക എന്നൊക്കെ ശ്രുതിയോട് പറയുന്നുണ്ട് ചന്ദ്ര. ഇതിനു മുൻപ് നീ ഗർഭിണിയായിരുന്നോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് തന്നെ എനിക്ക് ഉത്തരം കിട്ടണം എന്ന് ചന്ദ്ര വീണ്ടും വീണ്ടും ശ്രുതിയോട് പറയുന്നുണ്ട്. എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയായിരുന്നു ശ്രുതി. ഞാൻ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന മരുമകളാണ് നീ, ഞാൻ നിന്നെ തലയിലെടുത്ത് ആടുകയായിരുന്നു, അതുകൊണ്ട് തന്നെ നീ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ സത്യം പറയണം, നീ ഇതിന് മുന്നേ ഗർഭിണിയായിട്ടുണ്ടോ? വീണ്ടും വീണ്ടും ശ്രുതിയോട് കടുത്ത സ്വരത്തിൽ തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. എന്താണ് ആൻറ്റി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്ന് ചോദിച്ച് കരയുകയാണ് ശ്രുതി. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് എന്തിനാ? അവിടെ നിന്ന് രണ്ടാമത്തെ പ്രഗ്നൻസി ആവാത്തതിൻ്റെ പേരിൽ നീ ചെക്കപ്പ് ചെയ്തോ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എന്നൊക്കെ ചന്ദ്രമതി വീണ്ടും ചോദിക്കുമ്പോൾ ശ്രുതി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. തുടർന്ന് ചന്ദ്ര ശ്രുതിയെ പിടിച്ചുലച്ചുകൊണ്ട്, എന്താണ് നീ ഒന്നും മിണ്ടാത്തത്, നിന്റെ നാവിറങ്ങിപ്പോയോ, എല്ലാ കാര്യവും എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം, സത്യം പറ എന്ന് പറഞ്ഞ് ശ്രുതിയെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. നീ ശ്രുതിയെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കുകയെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ, അതൊന്നും പറ്റില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോൾ തന്നെ അറിയണമെന്ന് ചന്ദ്ര രവീന്ദ്രനോട് പറയുന്നുണ്ട്. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഒരിടത്ത് ഇരിക്കുകയാണ് ശ്രുതി. ആ സമയത്ത് സച്ചി പറയുകയാണ്, എന്താണ് ഉണ്ടായതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണല്ലോ മാതാമ്മ. ഈ സമയത്ത് ശ്രുതിയോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ശ്രുതി ഇവിടെ സംഭവിക്കുന്നത്, നീ എന്തിനാണ് എന്നോട് പറയാതെ ഹോസ്പിറ്റലിൽ പോയത്, അമ്മ എന്തിനാണ് നിന്നോട് ചൂടാവുന്നത് എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ്. വിധിയെ ഓർത്താണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പൊട്ടിക്കരയുകയാണ് ശ്രുതി. ചന്ദ്രയാണെങ്കിൽ, ഞാൻ ചോദിച്ചതിനൊന്നും നീ മറുപടി തന്നിട്ടില്ലല്ലോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, അതെ ആൻറ്റി, ഞാൻ രണ്ടാമത് ഗർഭിണിയാവാത്തത് കൊണ്ടാണ് ചെക്കപ്പിന് പോയതെന്ന് ശ്രുതി പറയുമ്പോൾ എല്ലാവരും വല്ലാതെ ആവുന്നുണ്ട്. പക്ഷെ നീ ഒരു തവണ കൂടി പ്രഗ്നൻ്റ് ആയിട്ടില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അല്ല ശ്രുതി, ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ശ്രുതി. അപ്പോൾ ചന്ദ്ര ദേഷ്യത്തോടെ, അത് കല്യാണത്തിന് മുൻപാണോ ശേഷമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ശ്രുതി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ആൻറ്റിയുടെ മകൻ്റെ കുഞ്ഞ് തന്നെയാണ് എൻ്റെ വയറ്റിലുണ്ടായിരുന്നതെന്ന് ശ്രുതി മറുപടി കൊടുക്കുമ്പോൾ, കല്യാണത്തിന് ശേഷമാണോ നീ പ്രഗ്നൻ്റ് ആയത് എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ, അതെ എന്ന് മറുപടി പറയുന്നുണ്ട് ശ്രുതി. എന്തൊക്കെയാണ് നീ പറയുന്നത്, നീ പ്രഗ്നൻ്റ് ആയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ, കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇത് സംഭവിച്ചത് എന്ന് ശ്രുതി പറയുന്നു.
എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. ആ സമയത്ത് ശ്രുതി പറയുകയാണ്, എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല, അത് അബോഷനായിപ്പോയി. അങ്ങനെ ഒരു കള്ളം പറയുകയാണ് ശ്രുതി. ഇക്കാര്യം പറഞ്ഞ് ആരെയും സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് പറയാത്തതെന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതിയെ ചോദ്യം ചെയ്തത് ആലോചിച്ച് ആകെ വിഷമിക്കുന്നുണ്ട് ചന്ദ്ര. അബോഷൻ ആയിപ്പോയോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അതേ ശ്രുതി, നമ്മുടെ കുഞ്ഞിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള ഭാഗ്യം ഇല്ല എന്ന് പറഞ്ഞ് ശ്രുതി കരയുകയാണ്. ഇങ്ങനെയൊരു കാര്യം ഉണ്ടായിട്ട് നീ എന്താണ് എന്നോട് പറയാത്തത് എന്നൊക്കെ ചന്ദ്ര വീണ്ടും ചോദിക്കുമ്പോൾ, കൺഫേം ചെയ്തതിന് ശേഷം ആൻറ്റിയോട് പറയാമെന്ന് കരുതിയതായിരുന്നു. ആ സമയത്താണ് എൻ്റെ അച്ഛൻ ജയിലിലായത്. എൻ്റെ മാമൻ വന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ അച്ഛന് അങ്ങനെയൊക്കെ സംഭവിച്ചതറിഞ്ഞപ്പോൾ എൻ്റെ തല ചുറ്റി. അപ്പോഴും എനിക്കിതൊന്നും പറയാൻ തോന്നിയില്ല. ഞാൻ രാത്രിയിൽ ഒരുപാട് ഇരുന്ന് കരഞ്ഞു. ശ്രുതിക്ക് പോലും ഇതറിയില്ല. ആ സ്ട്രെസ്സിലാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് ശ്രുതി. അത് കേട്ട് തൻ്റെ പ്രിയപ്പെട്ട മരുമകളെ ചോദ്യം ചെയ്തത് ആലോചിച്ച് ചന്ദ്രയും കരയുന്നുണ്ട്. അതോടെ ശ്രുതി പറഞ്ഞ കള്ളത്തരം എല്ലാവരും വിശ്വസിക്കുകയാണ് ചെയ്തത്.